ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കടുത്ത പ്രതിസന്ധിയാണ് ബിജെപി നേരിടുന്നത്. രാജസ്ഥാനും മധ്യപ്രദേശും കോൺഗ്രസ് അധികാരം പിടിച്ചുകഴിഞ്ഞു. ഉത്തർപ്രദേശിൽ എസ്-പി-ബി-എസ്-പി സഖ്യം വന്നതോടെ വിജയസാധ്യതയും കുറവാണ്. ഇതിന് പിന്നാലെയാണ് മഹാരാഷ്ട്രയിൽ സഖ്യത്തിൽ നിന്നും ശിവസേന പുറത്തേക്ക് പോകുന്നത്. ഇനി ഒരു തൂക്കു മന്ത്രിസഭ വരികയാണെങ്കിൽ അതിൽ ബിജെപിയെ പിന്തുണയ്ക്കില്ല എന്ന് ശിവസേന ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. മുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് അടുത്താൽ ശിവസേന മുന്നണിക്കുള്ളിൽ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് ബിജെപി പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ സഖ്യത്തിനില്ല എന്ന് മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് മോദിക്ക് പിന്തുണ നൽകില്ലെന്നും ശിവസേന അറിയിച്ചു. തൂക്കു മന്ത്രിസഭ വന്നാൽ നിതിൻ ഗഡ്കരിക്കായിരിക്കും പിന്തുണ നൽകുന്നതെന്നും ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു. ബിജെപിക്ക് എപ്പോഴും അവരെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ കാര്യം നോക്കാൻ തീരുമാനിച്ചത് എന്നാണ് ശിവസേനയുടെ നിലപാട്. മഹാരാഷ്ട്രയിലെ ഭൂരിപക്ഷം സീറ്റുകളിലും ശിവസേന സ്ഥാനാർത്ഥികളെ നിർത്തും. നരേന്ദ്രമോദിക്കെതിരായ പ്രതിപക്ഷ ഐക്യത്തിൽ കോൺഗ്രസ് കൂടിയില്ലാതെ വിജയം നേടാനാവില്ല എന്നും സഞ്ജയ് റാവത്ത് കൂട്ടിച്ചേർത്തു. ബിജെപി ഭരണത്തിന് ശിവസേന പിന്തുണ കൊടുത്തിരുന്നുവെങ്കിലും സംവരണ ബില്ലും രാമക്ഷേത്ര നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളിൽ സമീപകാലത്ത് രൂക്ഷ വിമർശനങ്ങളാണ് ശിവസേന നടത്തിവരുന്നത്. മഹാരാഷ്ട്രയിൽ ബിജെപിയും ശിവസേനയും തനിച്ച് മത്സരിക്കുകയാണെങ്കിൽ അത് എൻ-സി-പി കോൺഗ്രസ് സഖ്യത്തിന് ഗുണകരമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.